നമസ്കാരം. UDF സർക്കാർ അധികാരത്തിലേറിയതോടെ ജനങ്ങളെ കയ്യിലെടുക്കാനായി നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്ര നിർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അതേസമയം സർക്കാരിന്റെ സൗജന്യത്തിൽ പ്രൈവറ്റ് ബസ്സുകാരുടെ കഞ്ഞികുടി മുട്ടിയിരിക്കുകയാണ്. വെറുതെ നിരത്തുകൾ ബസ് ഓടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ബസ് മുതലാളിമാർ ആ ബസ് സർവീസ് നിർത്താനാണ് ആലോചിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ചില സ്വകാര്യ ബസ് ഉടമകളാണ് സർവീസ് നിർത്താൻ ആലോചിക്കുന്നത്. വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ജിഫോം നൽകി സർവീസ് നിർത്താനാണ് തീരുമാനം. പറവൂർ സ്വകാര്യ സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്ന 180 ബസ്സുകളിൽ വളരെ കുറച്ചു ബസ്സുകളുടെ ഉടമകൾ മാത്രമേ നിലവിൽ ജിഫോം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥിതി കൂടുതൽ മോശമായാൽ കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനും ജിഫോം നൽകാനുമാണ് മറ്റു ഉടമകളും തയ്യാറാകും. ജിഫോം നൽകിയാൽ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ വാഹനം സർവീസ് നടത്താതെ കയറ്റിയിടാനും ടാക്സ് അടയ്ക്കാതിരിക്കാനും അനുമതി ലഭിക്കും. പിന്നീട് ഇറക്കണമെങ്കിൽ ടാക്സ് അടച്ച് ഇറക്കുകയും ചെയ്യാം. താൽക്കാലികമായെങ്കിലും നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമമായാണ് ബസ് ഉടമകൾ ഇതിനെ കാണുന്നത്. സൗജന്യ യാത്രാ പദ്ധതി വന്നതോടെ പല റൂട്ടുകളിലും KSRTCയെ ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതും സ്വകാര്യ ബസ്സുകളിലെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി എന്നാണ് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. പ്രതിദിനം 2000 മുതൽ 3000 വരെയാണ് ബസ്സുകളുടെ നഷ്ടം. ഡീസലിന് ആവശ്യമായ തുക, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കുള്ള വരുമാനം പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണ് നിലവിൽ. മേഖലയിൽ ഏഴകര, കോട്ടുവള്ളി, ഗോതുരുത്ത്, വടക്കുംപുറം, കോട്ടയിൽ കോവിലകം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ റൂട്ടുകളിലെല്ലാം പ്രതിസന്ധി നേരിടുന്നുണ്ട്. KSRTCയുടെ 4 ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ ഏഴക്കരയിലുള്ള 14 സ്വകാര്യ ബസ്സുകളിലെല്ലാം തന്നെ വൻ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും തകരാൻ അനുവദിക്കില്ല എന്ന് ഉടമകളുടെ പരാതികൾ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും നികുതി ഇളവ് മാത്രം പോരാ എന്നാണ് ഡീസൽ സബ്സിഡിയോ പ്രത്യേക സാമ്പത്തിക പാക്കേജോ വേണം എന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഇരുട്ടടിയായ മോട്ടോർ വാഹന വകുപ്പിന്റെ അമിത പിഴ ഈടാക്കലും നടക്കുന്നുണ്ട്. KBTA ഏരിയ പ്രസിഡന്റ് അയൂബ് ഖാനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന ബസ്സുകളിൽ പോലും ചെറിയ കാര്യങ്ങൾക്ക് വൻ തുക പിഴ ചുമത്തുകയാണ് നിലവിൽ. സ്റ്റിക്കർ ഒട്ടിച്ചതിന് മാത്രം 7000 രൂപ വരെ പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നും സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നതെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര വന്നതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് പ്രൈവറ്റ് ബസ്സുകാർ.